ഹായ് ഹലോ. ഒരു മിനി ബുക്ക് ഉണ്ടാക്കിയാലോ? നിങ്ങളുടെ കയ്യിലുള്ള ഏത് പേപ്പർ വേണേലും എടുക്കാം കേട്ടോ ഇതിന്. ഞാൻ എൻ്റെ കയ്യിൽ കളർ പേപ്പർ ഉള്ളതുകൊണ്ട് ഞാനിത് എടുത്തതാ. കാണുന്ന പോലൊക്കെ ഒന്ന് മടക്കി കൊടുക്കുക. 2 സെൻറ്റിമീറ്റർ ആണ് ഇതിന് വേണ്ടത്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. മിനി ആയതുകൊണ്ട് ഞാൻ 2 സെൻറ്റിമീറ്റർ എടുത്തതാ. കാണുന്ന പോലെയൊക്കെ ഇത് കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും അങ്ങനൊന്നും ഇല്ല കേട്ടോ. എളുപ്പമാണ്. ഞാനിത് ചെയ്യാൻ വേണ്ടി അന്ന് തുടക്കം ഉണ്ടാക്കുന്ന ടൈമിൽ എനിക്ക് ഒട്ടും കിട്ടുന്നില്ലായിരുന്നു, ഭയങ്കര പാടായിരുന്നു. പക്ഷേ ഞാൻ ഉണ്ടാക്കി ട്രൈ ചെയ്ത് ഞാനങ്ങനെ ഫൈനലി ഒപ്പിച്ചു. അപ്പം ആദ്യം ഇത് ചെയ്യുമ്പോൾ ചിലവർക്ക് തോന്നുമോ എന്തൊരു പറ്റത്തില്ലെന്നൊക്കെ. നിങ്ങൾ ചെയ്ത് നോക്കണം. പിന്നെ എനിക്ക് ഇതേപോലത്തെ ഐറ്റംസ് ഓരോരുത്തർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കുന്ന ടൈമിൽ അവരുടെ മുഖത്തുണ്ടായിരുന്നൊരു സന്തോഷം കാണാൻ, അതിൽ തിരിച്ച് നമുക്ക് ഒരാൾ ഇങ്ങോട്ട് തരുമ്പോൾ അവർ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത ടൈം, എഫേർട്ട്, അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമാണോ. എസ്പെഷ്യലി ഇൻ ദ ക്രാഫ്റ്റ് ഐറ്റംസ്. കാരണം ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ കുറേ ടൈം എടുത്ത് കുറേ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിരുന്നുണ്ടാകുന്നൊരു സംഭവം. ഈ ഫ്ലവറിൻ്റെ ലീഫ് നിങ്ങൾക്ക് ആ ഫ്ലവറിന് നിങ്ങൾ എത്രയാണോ ലെങ്ത്ത് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ ആ പേപ്പർ. ഇനി കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് ചുരുട്ടി കൊടുത്താൽ വലിയ പെർഫെക്ഷൻ ഒന്നും വേണ്ട, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചുരുട്ടി കൊടുത്താൽ മതി കേട്ടോ. ഇത് കുറേ ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. എനിക്ക് മടിയുള്ളതുകൊണ്ട് ഞാനിതിപ്പോൾ കുറച്ച് 4 ഉണ്ടാക്കിയുള്ളൂ. എന്നിട്ട് നിങ്ങൾ റബ്ബർ ബാൻഡ് വെച്ചൊന്ന് സെക്യൂർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ പഴയ ടെക്സ്റ്റൊക്കെ കാണുമല്ലോ, അതിൽ നിന്ന് ഒരു വിൻറ്റേജ് ഒരു രീതിക്ക് എന്താ പറയണ്ടേ, ഒരു പേപ്പർ എടുത്തിട്ട് കാണുന്ന പോലെയൊക്കെ ചെയ്താൽ മതി കേട്ടോ. ചെറുതായിട്ട് മടക്കി ഒരിത്തിരി. പിന്നെ ഇതിപ്പം അത്രയ്ക്ക് പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല. കാരണം അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ മിസ്സിങ് ആയിട്ടുള്ള പോലെ. പിന്നെ നിങ്ങൾ തന്നെ കുറച്ചേറെ ഇതേപോലത്തെ പെറ്റൽസ് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഈ ബൊക്കറ്റിന് കവറപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളത്. അതിൽ ഫിഷറി പോലത്തെ ആ സാധനം വേറെ പേപ്പർ അല്ലാണ്ട് കുറച്ചുകൂടെ കട്ടി കുറഞ്ഞ പേപ്പർ എടുക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. പിന്നെ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ഇങ്ങനെ റാപ്പേഴ്സ് കിട്ടുമല്ലോ, അത് വെച്ച് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കാണാൻ നല്ല ഭംഗിയായിരിക്കും. വല്ല റിബണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും, നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇങ്ങനത്തെ കയറൊക്കെ പൊതുവെ കടയിൽ കാണാറുണ്ട്. ഇതുണ്ടെങ്കിൽ നല്ലൊരു വിൻറ്റേജ് ലുക്കൊക്കെ കിട്ടും. കൊള്ളാമെങ്കിലും കൊള്ളത്തില്ലെങ്കിലും എല്ലാവരും പറയണം കേട്ടോ. അപ്പോൾ ഓക്കേടാ, ബൈ.